Dear students, I am Lijois Babu, your social science teacher. This video will help you to know the meaning of the questions and answers of the first chapter in Standard 6, the Medieval India, the Centers of Power. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. Question number 1. The longest river in India. ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗ. നെയിം ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ പോഷക നദിയുടെ പേര് യമുന. ക്വസ്റ്റ്യൻ നമ്പർ 3. നെയിം ദ ബിഗ്ഗസ്റ്റ് സിറ്റി വേർ യമുന ഫ്ലോസ്. യമുനയുടെ തീരത്തുള്ള വലിയ നഗരം ഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 4. വേർ ഡിഡ് യമുന ഒറിജിനേറ്റ് ഫ്രം. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ യമുനോത്രിയിൽ. വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ദാറ്റ് ദ റിവർ നരേറ്റ്സ്. നദി വിവരിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണ്. യമുന നദി വിവരിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണ്. ദ കുത്തബ് മീനാർ, ദ അയൺ പില്ലേഴ്സ്, ദ ജുമാ മസ്ജിദ്, ദ റെഡ് ഫോർട്ട്, ദ ഇന്ത്യ ഗേറ്റ് എക്സെട്ര ആർ ഓൾ ഇൻ ഡൽഹി. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റും ചെങ്കോട്ടയും ജുമാ മസ്ജിദും ഇരുമ്പ് സ്തംഭവും കുത്തബ് മീനാറുമാണ് നദി വിവരിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് മിഡീവിയൽ പീരീഡ്. എന്താണ് മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. The period between CE 8th century and 18th century is generally known as the medieval period in Indian history. CE കോമൺ ഇറ അല്ലെങ്കിൽ AD എന്ന് പറയും. AD 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലം. ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ ഈ കാലഘട്ടത്തെ മധ്യകാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോമൺ ഇറ 8th സെഞ്ച്വറി മുതൽ 18th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യ ചരിത്രത്തിൽ മിഡീവിയൽ പീരീഡ് എന്നാണ്, മധ്യകാലഘട്ടം എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് വെർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് എ സെൻറ്റർ ഓഫ് ദയർ പവർ. ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു. ആൻസർ. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗംഗറ്റിക് പ്ലെയിൻ. സിന്ധു ഗംഗ സമതലം അവിടെയാണ് ഡൽഹി സ്ഥിതി ചെയ്തിരുന്നത്. The fertility of the region has been favorable for agricultural progress. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി. The Aravalli mountain ranges help Delhi to resist the invasions of enemies. ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. The massive rocks of this mountain range supplied the stones for the construction of forts and buildings. ആരവല്ലി പർവ്വതനിരയിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാനായിട്ട് സാധിച്ചു. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലലഭ്യതയും ഉറപ്പുവരുത്തുവാൻ ഇടയായിട്ട് തീർന്നു. ഇത്യാദി കാരണങ്ങളാലാണ് ഡൽഹി അധികാര കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൂ മെയ്ഡ് ഡൽഹി ബിക്കം ദ ഫസ്റ്റ് സെൻറ്റർ ഓഫ് പവർ. ഡൽഹി കേന്ദ്രമാക്കി അധികാരം നടത്തിയ ആദ്യത്തെ ശക്തികൾ ആര്. ടൊമർ കിങ്സ്, തൊമര രാജാക്കന്മാർ. ഇൻ വിച്ച് നെയിം ദ ടൊമർ കിങ്സ് ഡൽഹി നോൺ ആസ്. തൊമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഡൽഹി അറിയപ്പെട്ടിരുന്ന പേര് ഏത്. ദില്ലിക.
വിച്ച് ഡൈനാസ്റ്റി റൂൾ ഡൽഹി ആഫ്റ്റർ ടൊമർ ഡൈനാസ്റ്റി? തൊമര രാജവംശത്തിന് ശേഷം ഡൽഹി ഭരിച്ച രാജവംശം ഏത്? ചൗഹാൻ ഡൈനാസ്റ്റി. ക്വസ്റ്റ്യൻ നമ്പർ 9. നെയിം ദ കിങ് ഓഫ് ഗോർ ഹു കോൺകേർഡ് ഡൽഹി ആൻഡ് സ്റ്റാർട്ടഡ് റൂൾ. ഡൽഹി കീഴടക്കി ഭരണം നടത്തിയ ഗോറിലെ രാജാവിൻ്റെ പേര്? മുഹമ്മദ് ഓഫ് ഗോർ in the present Afghanistan defeated Prithviraj Chauhan and established his domination over Delhi. മുഹമ്മദ് ഓഫ് ഗോർ ആണ്, ഗോറിലെ മുഹമ്മദ് രാജാവാണ് ഡൽഹി കീഴടക്കി ഭരണം നടത്തിയത്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ് ഈ ഗോർ എന്ന് പറയുന്നത്. മാത്രമല്ല അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് പൃഥ്വിരാജ് ചൗഹാൻ, ചൗഹാൻ രാജവംശത്തിലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജാവിനെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12. വെൻ ഡിഡ് കുത്തബ്ദീൻ ഐബക് ക്യാപ്ചർ ഡൽഹി? കുത്തബ്ദീൻ ഐബക് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴാണ് ഡൽഹി കീഴടക്കിയത്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോർ ഇൻ CE 1206. CE 1206 മുഹമ്മദ് ഗോറിൻ്റെ മരണശേഷം കുത്തബ്ദീൻ ഐബക് ഡൽഹി കീഴടക്കിയത്. നെയിം ദ കിങ്ഡം ഫൗണ്ട് ബൈ കുത്തബ്ദീൻ ഐബക്. കുത്തബ്ദീൻ ഐബക് സ്ഥാപിച്ച രാജവംശത്തിൻ്റെ പേര്? മംലൂക്ക് ഡൈനാസ്റ്റി. മംലൂക്ക് ഡൈനാസ്റ്റി എന്നാണ്, അല്ലെങ്കിൽ അടിമവംശം, സ്ലേവ് ഡൈനാസ്റ്റി എന്നും അറിയപ്പെടുന്നു. ഹൂ വേർ നോൺ ആസ് സുൽത്താൻസ്. സുൽത്താൻമാർ എന്നറിയപ്പെടുന്നത് ആരാണ്? വാട്ട് വാസ് ദെയർ പീരീഡ് ഓഫ് റൂൾ നോൺ ആസ്. അവരുടെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദ റൂളേഴ്സ് ഓഫ് ഡൽഹി ബിറ്റ്വീൻ CE 1206 and CE 1526 are known as sultans, and the period of their reign is known as the Sultanate period. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവരാണ് സുൽത്താൻമാർ എന്ന് അറിയപ്പെടുന്നത്. ഇവരുടെ ഭരണകാലം സൽത്തനത്ത് കാലം അല്ലെങ്കിൽ സുൽത്താനേറ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നു. Who were the prominent among Rajputs? രജപുത്രന്മാരിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു? The Tomar and the Chauhans were prominent among them. തൊമര രാജാക്കന്മാരും ചൗഹാൻമാരും, ചൗഹാൻ രാജവംശം, തൊമർ രാജവംശവും ചൗഹാൻ രാജവംശവുമായിരുന്നു രജപുത്രന്മാർ, രജപുത്ര രാജവംശത്തിൽ പ്രഗത്ഭരായിരുന്നവർ. ലിസ്റ്റ് ദ ഡൈനാസ്റ്റീസ് ആൻഡ് ദ റെസ്പെക്റ്റീവ് മേജർ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താൻ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളും പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും പട്ടികപ്പെടുത്തുക. ഫസ്റ്റ് വൺ, മംലൂക്ക് ഡൈനാസ്റ്റി, മംലൂക്ക് രാജവംശം. മറ്റൊരു പേര് സ്ലേവ് ഡൈനാസ്റ്റി, അടിമവംശം. പ്രധാനപ്പെട്ട റൂളേഴ്സ് കുത്തബ്ദീൻ ഐബക്, ഇൽതുമിഷ്, ബാൽബൻ. സെക്കൻഡ് വൺ, ഗൽജി ഡൈനാസ്റ്റി, പ്രധാനപ്പെട്ട റൂളർ അലാവുദ്ദീൻ ഖൽജി. തേർഡ് വൺ, തുഗ്ലക് ഡൈനാസ്റ്റി, പ്രധാനപ്പെട്ട റൂളർ മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഫോർത്ത് വൺ, സയ്യിദ് ഡൈനാസ്റ്റി, പ്രധാനപ്പെട്ട റൂളർ ഗിസിർ ഖാൻ. ഫിഫ്ത്ത് വൺ, ലോധി ഡൈനാസ്റ്റി, പ്രധാനപ്പെട്ട റൂളർ ഇബ്രാഹിം ലോധി. ക്വസ്റ്റ്യൻ നമ്പർ 17. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റെയിൻ ഓഫ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഇൽത്തുമിഷ് വാസ് ദ റൂളർ ഹു അസ്യൂം പവർ ആഫ്റ്റർ കുത്തബ്ദീൻ. കുത്തബ്ദീന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ്. ഹി കോൺകേർഡ് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എക്സെട്ര.
ഈ പറഞ്ഞ പ്രദേശങ്ങൾ അദ്ദേഹം കീഴടക്കി. He introduced a uniform monetary system in the regions under his control. തൻ്റെ ഭരണപരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഏകീകൃത നാണയ സംവിധാനം അദ്ദേഹം പരിചയപ്പെടുത്തി. തൻക ആൻഡ് ജിതൽ were the newly introduced coin. തൻകയും ജിതലുമായിരുന്നു താൻ പുതുതായി പരിചയപ്പെടുത്തിയ നാണയങ്ങൾ. ബാൽബൻ വാസ് ദ മേജർ റൂളർ ഹു റോസ് ടു പവർ ആഫ്റ്റർ ദ റെയിൻ ഓഫ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിൽ വന്ന പ്രഗത്ഭനായ മറ്റൊരു ഭരണാധികാരിയായിരുന്നു ബാൽബൻ. Question number 18. Name the only woman ruler of the Delhi Sultanate. ഡൽഹി സൽത്തനത്ത് ഭരണകാലഘട്ടത്തിലെ ഏക വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. സുൽത്താന റസിയയാണ് ഏക വനിതാ ഭരണാധികാരിയായിട്ട് സൽത്തനത്ത് കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഗുജറാത്ത്? ഗുജറാത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ ലോങ് കോസ്റ്റ് ലൈൻ ഈസ് എ പെക്യൂലിയർ ഫീച്ചർ ഓഫ് ഗുജറാത്ത്. ദൈർഘ്യമുള്ള നീളമുള്ള കടൽ തീരമാണ് ഗുജറാത്തിൻ്റെ പ്രത്യേകത. സെവറൽ സീപോർട്സ് എക്സിസ്റ്റ് ദേർ. ഇവിടെ ധാരാളം സീപോർട്സ് തുറമുഖങ്ങൾ നിലനിന്നിരുന്നു. ഹൗ ഡിഡ് the domination over Gujarat strengthened the military of Alauddin Khalji. ഗുജറാത്തിനെ കീഴടക്കിയത് അലാവുദ്ദീൻ ഖൽജിയുടെ സൈന്യത്തെ എപ്രകാരമാണ് ശക്തിപ്പെടുത്തിയത്? With the conquest of Gujarat, these seaports came under control of Alauddin Khalji. ഗുജറാത്ത് കീഴടക്കിയതോടുകൂടെ ഈ തുറമുഖങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി. He could import fine horses from Iraq through these ports. ഈ തുറമുഖത്തിലൂടെ ഇറാഖിൽ നിന്ന് അദ്ദേഹം കുതിരകളെ ഇറക്കുമതി ചെയ്തു. This strengthened his military power and he conquered the regions in the southern and western India. ഇങ്ങനെ കുതിരകളെ ഇറക്കുമതി ചെയ്തത് തൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും അതിനാൽ സദേൺ വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗത്തേക്കുമുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങൾ കീഴടക്കുവാനായിട്ട് തന്നെ സഹായിക്കുകയും ചെയ്തു. Question number 21. Why Muhammad bin Tughlaq tried to change the capital of his country from Delhi to Daulatabad? ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റുവാനായിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക് ശ്രമിച്ചത് എന്തുകൊണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക് thought that all the regions could be controlled effectively by shifting the capital from Delhi to Daulatabad. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റുകയാണെങ്കിൽ തൻ്റെ അധികാരപരിധിയിൽപ്പെട്ട എല്ലാ പ്രദേശങ്ങളും എളുപ്പത്തിൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതി. What were the factors that helped the beginning of Mughal rule in Delhi? ഡൽഹിയിൽ മുഗൾ ഭരണം അധികാരത്തിൽ വരുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? In 1526 1526 the military of Kabul ruler Babur, കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബർ ആൻഡ് ദ സൽത്തനേറ്റ് റൂളർ ഇബ്രാഹിം ലോധി, സുൽത്താൻ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും ഫോർട്ട് അറ്റ് പാനിപ്പറ്റ് നിയർ ഡൽഹി, ഡൽഹിയിലെ അടുത്തുള്ള പാനിപ്പറ്റ് എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി. ദ മിലിറ്ററി ഓഫ് ബാബറിന്റെ സൈന്യം യൂസ്ഡ് കാനൺ ആൻഡ് ഗൺ പൗഡർ, പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചു. So they could easily defeat the military of Ibrahim Lodi. അതുകൊണ്ട് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചു. ബാബർ ended the Sultanate reign and established a new rule known as the Mughal rule with Delhi as the capital. തുടർന്ന് ഡൽഹി കേന്ദ്രമാക്കി സൽത്തനത്ത് ഭരണം നീക്കിയതിനു ശേഷം താൻ മുഗൾ ഭരണം ആരംഭിച്ചു. Make a table of the Mughal ruler in the order of their rule. മുഗൾ ഭരണാധികാരികളെ അവരുടെ
ഭരണകാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. Question number 24. Akbar played an important role in the expansion of the Mughal Empire. How? മുഗൾ സാമ്രാജ്യം ശക്തിപ്പെടുത്താൻ, വ്യാപിപ്പിക്കുവാൻ, വിസ്തൃതി കൂട്ടുവാൻ അക്ബർ ചക്രവർത്തി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? ഹി ഫോംഡ് എ ഹ്യൂജ് ആർമി. അദ്ദേഹം വലിയ സൈന്യത്തെ രൂപീകരിച്ചു. ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇതിനുവേണ്ടി ഹി അഡോപ്റ്റഡ് എ സ്പെഷ്യൽ സിസ്റ്റം നോൺ ആസ് മൻസബ്ദാരി. മൻസബ്ദാരി സമ്പ്രദായം എന്ന രീതി അവലംബിച്ചു. അണ്ടർ ദിസ് സിസ്റ്റം, ഈ രീതി പ്രകാരം എവറി ഓഫീസർ വാസ് ലയബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു. Question number 25. Name the Rajputs who made an important role under the rule of Akbar. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രജപുത്രന്മാർ ആരെല്ലാമായിരുന്നു? രാജാ മൻസിംഗ്, രാജാ ടോഡർമാൾ, ബീർബൽ, രാജാ ജയ്സിംഗ് etc. were the prominent Rajputs who held important office during the Mughal period. മുഗൾ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഉദ്യോഗസ്ഥരായ രജപുത്രന്മാർ ഇവരായിരുന്നു. Question number 26. Using the map of India, give a note about India under the reign of Aurangzeb. ഇന്ത്യ ഭൂപടം ഉപയോഗിച്ച് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലെ ഇന്ത്യ ഭരണത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. The Mughal Empire expanded the most during the reign of Aurangzeb. ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത്. He ruled for 50 years. 50 വർഷത്തോളം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. Though the empire began to decline after Aurangzeb, it lasted until 1857. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ക്ഷയിക്കുകയും എന്നാൽ 1857 വരെ അത് തുടരുകയും ചെയ്തു. Question number 27. Which were the kingdoms that prevailed in southern India and western India? തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും നിലനിന്നിരുന്ന, ശക്തി പ്രാപിച്ചിരുന്ന രാജവംശങ്ങൾ ഏതൊക്കെയാണ്? സൗത്ത്, തെക്കുഭാഗത്ത് ദ ചോളാസ്, വിജയനഗര, ബാമിനി. വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് മറാത്താസ്. Question number 28. Write a short note on Chola kingdom. ചോള രാജവംശത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. The Chola dynasty became powerful by CE 9th century. AD 9ാം നൂറ്റാണ്ടിലാണ് ചോള രാജവംശം ശക്തി പ്രാപിച്ചത്. രാജരാജ ചോള and രാജേന്ദ്ര ചോള were the prominent Chola rulers. രാജരാജ ചോളയും രാജേന്ദ്ര ചോളയുമായിരുന്നു പ്രധാനപ്പെട്ട ചോള ഭരണാധികാരികൾ. The Cholas had a powerful navy. ശക്തമായ നാവികപ്പട ചോളന്മാർക്കുണ്ടായിരുന്നു. The influence of the Cholas was extended even to the countries like Malaysia and Indonesian island. ഇന്തോനേഷ്യ ദ്വീപുകളിലേക്കും മലേഷ്യയിലേക്ക് പോലും ഇവരുടെ രാജ്യം അല്ലെങ്കിൽ അധികാരം വ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനം വ്യാപിച്ചിരുന്നു. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വിജയനഗര കിങ്ഡം. വിജയനഗര കിങ്ഡത്തെ കുറിച്ച് ഒരു കുറിപ്പെഴുതുക. There were many ports in വിജയനഗര. വിജയനഗര സാമ്രാജ്യത്തിൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. Majority regions in the kingdoms were fertile and regularly cultivable land. ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരണത്തിന്റെ കീഴിലെ ഭൂരിഭാഗ പ്രദേശങ്ങളും ഫലപുഷ്ടിയുള്ളതും ക്രമമായി കൃഷി നടത്തിയിരുന്നതുമായ സ്ഥലമായിരുന്നു.
ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 3 months ടു ട്രാവൽ ഓൾ ഓവർ ഹിസ് കിങ്ഡം. തൻ്റെ രാജ്യം ഒരു തവണ ചുറ്റിക്കറങ്ങാനായിട്ട് 3 മാസമെങ്കിലും സമയം ആവശ്യമായിരുന്നു. There are 11 lakh soldiers in his force. 11 ലക്ഷം പട്ടാളക്കാർ തനിക്ക് ഉണ്ടായിരുന്നു. Question number 30. In which era did Vijayanagara Empire flourish? വിജയനഗര രാജവംശം വ്യാപിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? In CE 14th century, 14ാം നൂറ്റാണ്ടിൽ. Who were the famous rulers of വിജയനഗര? വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരെല്ലാമാണ്? ഹരിഹര ബുക്ക ഫൗണ്ടഡ് വിജയനഗര. ഇവരാണ് ഹരിഹര ബുക്ക, ഇവരാണ് ഈ രാജ്യം സ്ഥാപിച്ചത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് വിജയനഗര വാസ് കൃഷ്ണദേവരായ. പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് കൃഷ്ണദേവരായർ ആയിരുന്നു. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം? ബാമിനി രാജവംശം സ്ഥാപിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഹസൻ ബമൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബമൻ ഷാ ആണ് ബാമിനി രാജവംശം സ്ഥാപിച്ചത്. വൈ ഡിഡ് ദ വിജയനഗര ആൻഡ് ബാമിനി കിങ്ഡം ഫൈറ്റ് ഫോർ റേച്ചൂർ ഏരിയ? റേച്ചൂർ പ്രദേശത്തിനു വേണ്ടി വിജയനഗര സാമ്രാജ്യവും രാജവംശവും ബാമിനി രാജവംശവും പോരാടിയത് എന്തുകൊണ്ട്? The Raichur region located between the Tungabhadra and the Krishna rivers was fertile. ഈ റേച്ചൂർ പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത് തുംഗഭദ്ര നദിക്കും കൃഷ്ണ നദിക്കും ഇടയിലുള്ള ഫലപുഷ്ടിയുള്ള പ്രദേശത്താണ്. ഇറ്റ് വാസ് നോൺ ആസ് ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിലെ ധാന്യപ്പുര എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. The rulers of Bamini and the Vijayanagara frequently engaged in wars to gain control over the Raichur region. ഈ പ്രദേശം ഫലപുഷ്ടിയുള്ളതായതിനാൽ ഇത് കിട്ടാനായിട്ട് ഈ രണ്ട് രാജവംശങ്ങളും ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. Question number 34. What were the factors that helped the growth of the Marathas? മറാത്ത രാജവംശത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? The Vindhya Satpura mountain range and the Narmada Tapti rivers separated the Maratha region from the nearby regions. സമീപ പ്രദേശങ്ങളിൽ നിന്ന് നർമ്മദ താപ്തി നദികളും വിന്ധ്യ സത്പുര മലനിരകളും വേർതിരിക്കാനായിട്ട് ഈ പ്രദേശത്തെ ഇടയാക്കി. ഈ പ്രദേശത്തെ തനതായി നിലനിർത്താനായിട്ട് വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസും നർമ്മദ താപ്തി റിവർ മുഖാന്തരവും ഇടയായി. These geographical features offered natural protection to it. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പ്രകൃതിദത്തമായ സംരക്ഷണം ഈ പ്രദേശത്തിന് നൽകി. The Marathi language and literature instilled a sense of unity among the Marathas. മറാത്ത ഭാഷയും സാഹിത്യവും മറാത്ത വാസികളുടെ ഇടയിൽ, മറാത്ത ജനങ്ങളുടെ ഇടയിൽ ഐക്യതയും ഒത്തൊരുമയും വളർത്താനായിട്ട് ഇടയായിട്ട് തീർന്നു. Question number 35. Write a short note on Maratha Kingdom. മറാത്ത രാജവംശത്തെ കുറിച്ച് ചെറിയ കുറിപ്പ് എഴുതുക. ശിവാജി വാസ് ദ മേജർ റൂളർ ഓഫ് ദ മറാത്ത കിങ്ഡം. ശിവാജി ആയിരുന്നു മറാത്ത രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. ഛത്രപതി എന്ന നാമം ടൈറ്റിൽ താൻ സ്വീകരിച്ചു. ദ മറാത്താസ് ഹാഡ് എ സ്ട്രോങ് ആർമി ആൻഡ് നേവി. ശക്തമായ നാവികപ്പടയും കരസേനയും മറാത്തകൾക്കുണ്ടായിരുന്നു. ഇറ്റ് ഹെൽപ് ദം ടു ബി എ മേജർ പൊളിറ്റിക്കൽ പവർ. ഇത് അവരെ വളരെ ശക്തമായ രാഷ്ട്രീയ ശക്തിയായി തീർക്കുവാൻ സഹായിച്ചു. പൂനെ വാസ് എ ക്യാപിറ്റൽ ഓഫ് ദ മറാത്ത കിങ്ഡം. പൂനെ ആയിരുന്നു മറാത്ത രാജവംശത്തിന്റെ തലസ്ഥാനം.